എം.എ. അയ്യങ്കാറിനും ജി.എസ്. ധില്ലനും ജി.എം. ബാലയോഗിക്കും ശേഷം സ്പീക്കർ പദവിയിൽ തുടർച്ച ലഭിക്കുകയാണ് ഓം ബിർളയ്ക്ക്. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിലെ പ്രമുഖരെല്ലാം അതത് വകുപ്പുകളിൽ തുടരാനുള്ള തീരുമാനം മാത്രമല്ല ഓം ബിർളയ്ക്ക് അനുകൂലമായത്. പ്രതിപക്ഷ കടന്നാക്രമണങ്ങളെ ചിരികൊണ്ട് നേരിടുന്ന മെയ്വഴക്കം കൂടിയാണ് ഓം ബിർളയെ ബി.ജെ.പിക്ക് പ്രിയങ്കരനാക്കിയത്. ഓം ബിർള ഇങ്ങനെ കടന്നുവരുന്നത് ചരിത്രത്തിലേക്കാണ്. ഇതിനു മുൻപ് നിരവധി സർക്കാരുകൾക്ക് ഭരണ തുടർച്ച ലഭിച്ചെങ്കിലും 3 സ്പീക്കർമാർക്ക് മാത്രമാണ് പിന്തുടർച്ച ലഭിച്ചത്. രണ്ടാം സ്പീക്കർ എം.എ. അയ്യങ്കാർ, അടിയന്തരാവസ്ഥയിലെ ജി.എസ്. ധില്ലൻ, പിന്നെ 1998-ലും 99-ലും വാജ്പേയി മന്ത്രിസഭകളിൽ സ്പീക്കറായ ജി.എം. ബാലയോഗി. 2019-ൽ ഓം ബിർള പദവിയേൽക്കുമ്പോൾ പ്രതിപക്ഷം ദുർബലരായിരുന്നുവെങ്കിലും വിവാദങ്ങൾക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധിയെയും മഹുവ മൊയ്ത്രയെയും അയോഗ്യരാക്കിയ തീരുമാനം, നിരവധി പ്രതിപക്ഷ എം.പിമാരെ സസ്പെൻഡ് ചെയ്തത്, അതിലേറെ അച്ചടക്ക നടപടികൾ. സംഘർഷഭരിതമായിരുന്ന അക്കാലത്ത് നിന്ന് അതീവ സങ്കീർണമായ സാഹചര്യങ്ങളിലാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ലോക്സഭ. അവിടെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ചന്ദ്രശേഖർ ആസാദും മഹുവ മൊയ്ത്രയും അഭിഷേക് ബാനർജിയും എല്ലാമുള്ള പ്രതിപക്ഷം. ശക്തരിൽ ശക്തരായ പ്രതിപക്ഷത്തെ നേരിടാൻ ചിരി ആയുധമാക്കിയ ഓം ബിർളയിലേക്ക് തന്നെ തെരഞ്ഞെടുപ്പ് നീളുകയായിരുന്നു. आप लोकतांत्रिक न्याय के मुख्य न्यायाधीश की तरह बैठे हैं. हम सबकी आपसे अपेक्षा है कि किसी भी जनप्रतिनिधि की आवाज दबाई न जाए. मुझे लगा कि हमारे स्पीकर की कुर्सी बहुत ऊंची होगी, क्योंकि मैं जिस सदन को छोड़ के आया हूं, अध्यक्ष जी, उसकी कुर्सी बहुत ऊंची है. വിദ്യാർത്ഥി നേതാവായി രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കമിട്ട ഓം ബിർള 2023, 2008, 2013 വർഷങ്ങളിൽ രാജസ്ഥാൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ട്വിസ്റ്റുണ്ടാക്കിയ 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആധിപത്യമുണ്ടായിരുന്ന കോട്ട മണ്ഡലം ബി.ജെ.പിക്ക് വേണ്ടി പിടിച്ചെടുത്തു. 2019-ൽ അവിടെ നേടിയ വമ്പൻ ഭൂരിപക്ഷം തന്നെയാണ് ഓം ബിർളയെ സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തിച്ചത്. 2024-ൽ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും മറ്റൊരു മുഖം നേതൃത്വത്തിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷത്തെ ഓരോ നേതാവിന്റെയും നീക്കങ്ങൾ അറിയാവുന്ന ഓം ബിർളയ്ക്ക് തന്നെ തീരുമാനങ്ങളെത്തി. माननीय सदस्यगण, जब स्पीकर सीट से खड़ा हो जाता है तो मैं माननीय सदस्यों को अवगत कराना चाहता हूं, वह बैठ जाया करें. ये मैं पहली बार कह रहा हूं, मुझे 5 साल कहने का अवसर नहीं मिलना चाहिए. വനിതാ സംവരണ നിയമം മുതൽ തലാഖ് നിരോധനം വരെയുള്ള സുപ്രധാന ബില്ലുകൾ ലോക്സഭ പാസാക്കിയത് ബിർള സ്പീക്കറായിരുന്ന കാലത്തായിരുന്നു. ഇനി ബിർളയ്ക്ക് മുന്നിലുള്ളത് ഓരോ ബില്ലുകളെയും നഖശികാന്തം എതിർക്കാൻ കെൽപ്പുള്ള പ്രതിപക്ഷമാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.